ഹായ്, എൻ്റെ പേര് രാകേഷ്. ഞാൻ ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. 2016 ഞങ്ങളൊരു ഫ്ലാറ്റിനെ പറ്റിയുള്ള അന്വേഷണം അവസാനിച്ചത്. കാരണം ഞാൻ അന്ന് പുറത്താണ്, UAE വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഞങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. സോ അന്ന് ഇവിടെ നാട്ടിൽ വൈഫും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളാണെങ്കിൽ ചെറുത്, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് കറക്റ്റ് ഒരു ഗൈഡൻസ് കൊടുക്കാനോ എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കാനായിട്ട് വളരെ വലിയ ബുദ്ധിമുട്ട്. ഒടുവിൽ എങ്ങനെയോ ലക്കിലി we got contacted സിദ്ധി ഹോംസ് ഓണേഴ്സ്. അവർ വളരെ നല്ലൊരു സപ്പോർട്ടിംഗ് ആണ് ഞങ്ങൾക്ക് തന്നത്. ഒരു റോങ്ങായൊരു തീരുമാനം എടുക്കാൻ ഉള്ള ഒരു ചാൻസ് വരെ ഞങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്തില്ല. സോ ദേ ഹെൽപ് എ ലോട്ട്. അന്ന് വന്നൊരു പുതിയ പ്രോജക്റ്റ് ആയിരുന്നു വൃന്ദാവൻ. അന്നത് കംപ്ലീറ്റ് ആയി കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. സോ ഞങ്ങളതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഇത് കിട്ടി. കുറച്ച് കസ്റ്റമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ വളരെ വേഗം ചെയ്തു. 2016 ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റായി. എല്ലാവരും തന്നെ എറണാകുളം ബേസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആക്സസിബിൾ ആയി ജോലിക്ക് പോകാനും വരാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഇതെൻ്റെ വൈഫ് സുബിത. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ സിദ്ധി ഹോംസ് വന്നതിൽ. പിന്നെ ഒത്തിരി അന്വേഷിച്ചു, ഹസ്ബൻഡ് അടുത്തുണ്ടായിരുന്നില്ല, ഞാനും കുഞ്ഞുങ്ങളും അമ്മയുണ്ട് കൂടെ. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലാറ്റും നല്ലൊരു സ്ഥലം വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മീറ്റ് ചെയ്ത് ആദ്യം ശൈലൻ ചേട്ടനെയാണ്. അപ്പം നല്ലൊരു അഡ്വൈസ് തന്നു. ഫ്ലാറ്റൊക്കെ കൊണ്ടുപോയി 2-3 ഫ്ലാറ്റ് കാണിച്ചു. പക്ഷെ വൃന്ദാവനോട് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നി. കാരണം അത് ഓൾറെഡി ഫിനിഷ്ഡ് ആയിരുന്നു, എല്ലാം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതായിരുന്നു. ഒരു 3 ബെഡ് വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. 3 3 റൂമും അറ്റാച്ച്ഡ് ആവണമെന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ വൃന്ദാവനം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താവശ്യം എപ്പോൾ പറഞ്ഞാലും അവർ രണ്ടുപേരും ശൈലൻ ചേട്ടനും ജ്യോതി ചേച്ചിയാണെങ്കിലും എല്ലാം അന്തരം തന്നെ സാധിച്ചു തരുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങളുടെ വലിയ ഹോളാണ്, അതുകൊണ്ട് വലിയ സന്തോഷം. നമ്മൾ ബാക്കി കണ്ടതൊക്കെ ഹോൾ കുറച്ച് ചെറുതായിരുന്നു, ഇത് കുറച്ചു നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ കിച്ചൺ നല്ല കിച്ചണാണ്, പക്ഷെ ഒരു വർക്ക് ഏരിയ ഉണ്ടായിരുന്നത് കുറച്ച് നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാരണം കിച്ചൺ ഓൾമോസ്റ്റ് കുറച്ച് വലിയ കിച്ചൺ തന്നെയാണ്. പിന്നെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം ഒരുപാട് ആൾക്കാരില്ലാത്ത കാരണം നമുക്ക് പ്രൈവസി ഉണ്ട്, എന്നാൽ എല്ലാവരുമായിട്ടും നല്ല ഹാർമണി ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്കെല്ലാം സേഫായിട്ട് താമസിക്കാം, വേറെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ എല്ലാ ആക്സസും ഉണ്ട്. ഇപ്പം അമ്പലം, മെട്രോ, ഹോസ്പിറ്റൽ, സ്കൂള് എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവരെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ശൈലൻ ചേട്ടനും ജ്യോതി ചേച്ചിയും എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ടുമുണ്ട്. ഫ്ലാറ്റ് ആവുന്നില്ല, പേഴ്സണൽ ഇതിലും ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ വളരെ ആഘോഷമായിട്ടായിരുന്നു ഞങ്ങൾ വൃന്ദാവനം നടത്തിക്കൊണ്ടിരുന്നത്. കൊറോണയ്ക്ക് ശേഷമാണ് എല്ലാവരും അകത്ത് ഒതുങ്ങിക്കൂടി പോയത്. അതുവരെയൊക്കെ വളരെ ഫ്രീ ആയിട്ട് എല്ലാവരും. പിന്നെ എസ്പെഷ്യലി ഞങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ചൊക്കെ സിദ്ധി കുറച്ച് കൺസേൺ ആണ്. ഞങ്ങൾ യോഗ ക്ലാസ് ഒക്കെ തുടങ്ങിയിരുന്നു അവിടെ. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ്. ഇത് അഭിരാമി, ഇത് അഭയ്, കുഞ്ചു എന്ന് വിളിക്കും, ഇത് ആമി. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അമ്മയാണെങ്കിലും അത് അമ്മയ്ക്കും കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സിദ്ധിയുടെ എല്ലാ ഫ്ലാറ്റ്സിലും ഉണ്ട് ആക്ച്വലി. അപ്പൊ ആളും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഒരു ജിമ്മുണ്ട്, അവന് വളരെ പ്രയോജനമുള്ളൊരു. കുഞ്ചു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മുടെ വൃന്ദാവനിലെ ജിമ്മിലാണ്. അത് കഴിഞ്ഞാണ് അവൻ പുറത്തോട്ടൊക്കെ പോയി തുടങ്ങിയത്. എല്ലാം കൊണ്ടും ഞങ്ങൾ ഹാപ്പി. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ, ഇപ്പം ഞാൻ ടോക്കച്ചിലാണ് വർക്ക് ചെയ്യുന്നത്, കുറേ ഫ്രണ്ട്സൊക്കെ ഫ്ലാറ്റ് എവിടെയാണ് നല്ലത്, ഏത് ഫ്ലാറ്റ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്ത് സിദ്ധി തന്നെയായിരിക്കും. കാരണം എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസും സിദ്ധിയിൽ നിന്നില്ല. എപ്പോൾ എന്ത് ചോദിച്ചാലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ആൾക്കാരാണ്. സോ ഞാൻ സജസ്റ്റ് ചെയ്യപ്പോഴും സിദ്ധി ഹോംസ് തന്നെയായിരിക്കും. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതും സിദ്ധിയിൽ തന്നെ ആയിരിക്കും. കാരണം ഒരുപാട് പ്രോജക്റ്റ് വരുന്നുണ്ട്. നമ്മളൊരു ട്രസ്റ്റഡ് ആണ്, നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ചൂസ് ചെയ്യുക സിദ്ധി തന്നെയായിരിക്കും. പിന്നെ ഇവരാണെങ്കിലും വേറെ രീതിയിൽ ആലോചിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കുഞ്ചുനോ ഇല്ല. അപ്പോൾ സിദ്ധി ഹോംസ് തന്നെയായിരിക്കും ഞങ്ങൾ പ്രിഫർ ചെയ്യുക. ഞങ്ങളുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു തന്നെയാണ് ഒരു ഫ്ലാറ്റ് നമ്മൾ ശങ്കർ ഭദ്രത്തിൽ ഒരാൾ വന്ന് എടുത്തിരുന്നത്. ഞാൻ ആദ്യം സിദ്ധി ഹോംസിൽ മൂവ് ചെയ്തത് 4ാം ക്ലാസ്സിൽ വെച്ചായിരുന്നു. അപ്പോൾ 4ാം ക്ലാസ്സിൽ മൂവ് ചെയ്തപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിരുന്നു. പിന്നെ പതുക്കെ ഓരോ ആഗ്രഹങ്ങൾ വന്നപ്പോൾ എനിക്ക് ജിം തുടങ്ങാൻ തോന്നി. ജിമ്മ് തുടങ്ങിയപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ഇതൊന്നും ഇല്ലെങ്കിലും
പുറത്തെ ജിമ്മൊക്കെ ലൈക്ക് ഒരു ഏജ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ കുറച്ച് ബേസിക് ഫെസിലിറ്റീസ് മാത്രം ഉള്ളതുകൊണ്ട് ഏജ് റെസ്ട്രിക്ഷൻ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബേസിക് കമ്മോഡിറ്റീസ് എല്ലാം അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ബേസിക് ആയിട്ടുള്ള. ഫ്ലാറ്റിലാണെങ്കിലും കുറേ കൂടുതലും പെൺകുട്ടികളായിരുന്നു ആക്ച്വലി ആ ഫ്ലാറ്റിൽ. ഒരു 14 ഗേൾസും പിന്നെ കുഞ്ചു ഒരു ആങ്കൊച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ പിന്നെ എല്ലാവരോട്ടും നല്ല കമ്പനിയായി. പിന്നെ കുറേ ബാക്കി സിറ്റിയിൽ നിന്നുള്ള കുട്ടികളൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോഴാണ് കുട്ടികളെല്ലാവരും ഒന്ന് അകത്തോട്ട് കയറി തുടങ്ങിയത്. അതുവരെയൊക്കെ കുഞ്ചുവിനെയൊക്കെ ഒന്ന് വിളിച്ചകത്ത് കയറണമെങ്കിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുട്ടികൾ നന്നായി എൻജോയ് ചെയ്തിരുന്നു സിദ്ധിയിൽ. മോളാണെങ്കിലും അതെ, അവൾക്കും നിറയെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. പിന്നെ എല്ലാവരും കുറച്ച് വലുതായി ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി. ഇപ്പം വളരെ കുറച്ച് ഒതുങ്ങിപ്പോയി, ആരും കുട്ടികളാരും ഇല്ല. എന്നാലും സിദ്ധിയിൽ വന്നതോടുകൂടി എല്ലാവരും ഒന്ന് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക ആകെ ആക്റ്റീവായി. അതൊരു വലിയ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ എന്തായാലും സിദ്ധി ഹോംസ് തന്നെ വെരി ഹാപ്പിയാണ്. റിയലി ഹാപ്പി. റിയലി ഹാപ്പി.